ഹലോ അമ്മേ, ഞാൻ അടയ്ക്ക അമ്മേ. ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടാണല്ലോ, ഞാൻ അടച്ചോളാം. എന്താടാ അമ്മേനോട് എന്തിനാ ചൂടാണ്? ഒന്നും പറയണ്ടടിയ, 5300 കറണ്ട് ബില്ല് വന്ന്. ഒരു 5 കൊല്ലം മുന്നേ എന്റെ കറണ്ട് ബില്ല് എത്രയായിരുന്നു? കറക്റ്റ് പറഞ്ഞാൽ എന്നാലും 800 രൂപ 1000 രൂപയൊക്കെ 800,000. ഇപ്പൊ 5000. ഇനി ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇത് എത്രയാവുന്നു വല്ല പിടിയുണ്ടോ? ഇപ്പോഴേ ഞെട്ടിയിരിക്കും, ഇനി അതിൽ കൂടുതൽ പേടിപ്പിക്കില്ല. അളിയ, അതിനാണ് 78,000 രൂപ സബ്സിഡിയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ സോളാർ സ്ഥാപിക്കാൻ പറ്റും. ഇപ്പോ സോളാർ വെക്കാനല്ലേ, ലക്ഷങ്ങളെ പരിപാടിയല്ലേ. ഞാൻ കറണ്ട് ബില്ല് അടിച്ചോളാം അളിയ. എൻ്റെ ഒരു 3 പ്രാവശ്യത്തെ കറണ്ട് ബില്ല്, അതായത് ഏകദേശം ഒരു 15,000 രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ സോളാർ വെക്കുക. 90% ബാങ്ക് ലോണ് തരാൻ തയ്യാറാ. എടാ, ഒരു 5 കൊല്ലം കൊണ്ട് നീ ഇറക്കിയ പൈസ നിനക്ക് മുതലാവും. പിന്നെ 25 കൊല്ലം ലാഭമല്ലേ. പിന്നെ അത് മാത്രമല്ല, നിനക്ക് എനർജി ഫ്രീഡം കിട്ടുമല്ലേ. നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന്റെ ബാലൻസ് കറണ്ട് വേണമെങ്കിൽ നമുക്ക് KSEBക്ക് കൊടുത്തു കഴിഞ്ഞാൽ പൈസയും കിട്ടും. അല്ല, ഞാനിപ്പോ സോളാർ വെച്ചെന്ന് വിചാരിക്കാം, ഇനി പിടിവെട്ടോ കാറ്റത്ത് പറന്നുവോ ചെയ്തെന്റെ പൈസ പോയില്ലേ? ഓ, നെഗറ്റീവ്. എടാ, നീ NFBയിലൂടെയാണ് സോളാർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാനലും ഇൻവേർട്ടറും സ്ട്രക്ചറും വയറിങ്ങും കംപ്ലീറ്റ് ഇൻഷുറൻസ് കവേർഡ് ആയിരിക്കും. അല്ല, ഈ പറയുന്ന പോലെയൊക്കെ ആണെങ്കിൽ ഒന്ന് വെച്ച് നോക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നീ NFBനെ കോൺടാക്ട് ചെയ്തോ, ഞാൻ നമ്പർ തരാം. നിനക്ക് വേണ്ട എല്ലാ ഗൈഡൻസും അവർ തരും. അത് മാത്രമല്ല, സർവീസ് അവരത് പക്കയാണ്. പിന്നെ റൊട്ടീൻ ചെക്കപ്പും ഉണ്ട്. ഓ, ഇനിയിപ്പം കറണ്ട് ബില്ലിന് പേടിക്കേണ്ട, കേസ് ചെയ്യുന്ന പൈസ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. ആഹാ, അന്തസ്.